നമസ്കാരമുണ്ട്. ഈ പറന്നു പോണ പക്ഷിയെ ഏണി വെച്ച് പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഏതാണ്ട് അതുപോലൊരു പണിയാണ് ഇപ്പോൾ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ മേടിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. പറയാതിരിക്കുക ഒരു നിവൃത്തിയില്ല. കാരണം നമുക്കറിയാം, സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് കേരളം കഴിഞ്ഞ വർഷം സാക്ഷ്യം വഹിച്ചത്, വയനാട് ദുരന്തം. എല്ലാം നഷ്ടപ്പെട്ടു പോയ കുറേ മനുഷ്യർ, ഇവരെ ചേർത്ത് നിർത്തി ലോകോത്തര മാതൃകയിൽ ഒരു പുനരധിവാസം സാധ്യമാക്കി. മലയാളി ഉള്ളിടത്തു നിന്നെല്ലാം സഹായങ്ങൾ വന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ ഒരുമിച്ച് നിർത്തി ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി അവരെ വേർപെട്ടു പോകാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണമെന്ന അവരുടെ ആവശ്യം നിറവേറ്റി എന്നൊരു ചാരിതാർത്ഥ്യം സംസ്ഥാന സർക്കാരിന് മാത്രമല്ല ഓരോ മനുഷ്യർക്കുമുണ്ട് എന്ന് ഞാൻ പറയും. കാരണം നമുക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു ആ ചടങ്ങ് കണ്ടത്, അല്ലേ? അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും ലീഗിൻ്റെയും പുനരധിവാസ പദ്ധതികൾ, ലീഗിൻ്റെ 50 വീടുകൾ പൂർത്തിയായി. സംസ്ഥാന സർക്കാർ 178 വീടുകളുടെ താക്കോല് കൊടുത്തു. ബാക്കി ദ്രുതഗതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മനുഷ്യരുടെ സഹായം ഈ പദ്ധതികളിലെല്ലാം ഉണ്ട്. നമുക്കറിയാം, എടുത്തു പറയേണ്ടത് നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് DYFI ആ ദുരന്ത മുഖത്ത് അവർ നടത്തിയ രക്ഷാപ്രവർത്തനം മാത്രമല്ല, 20 വീടുകൾ ദുരന്തബാധിതർക്കായി നിർമ്മിച്ച് നൽകുമെന്നായിരുന്നു DYFIയുടെ ആദ്യത്തെ പ്രഖ്യാപനം. DYFI 20 വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് പറഞ്ഞു, അവർ 20എങ്കിൽ ഞങ്ങൾ 30 വീടുകൾ എന്നായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം. ഏതായാലും DYFI ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്താൻ അവർ സ്വീകരിച്ച മാർഗം അതും അനുകരണീയമായ മാതൃകയാണ്. അവർ ആക്രി പറക്കി ഈ വീടുകളുണ്ടായിരുന്ന പഴയ പത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടു. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പത്രമെന്ന് പ്രദേശത്ത് DYFI പ്രവർത്തകരെന്നോ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചുമടെടുത്തു. മനുഷ്യാധ്വാനമാണ് അവർ ഏറ്റവും കൂടുതൽ. മനുഷ്യാധ്വാനം, പിന്നെ കാറ്ററിങ്, പായസ ചലഞ്ച്, ബിരിയാണി ചലഞ്ച് എന്ന് വേണ്ട എന്തെല്ലാം തരത്തിൽ പണസമാഹരണം നടത്താമോ അതെല്ലാം ചെയ്ത് 1-2 20 കോടി രൂപയാണ് അവർ കൈമാറിയത് ഈ പുനരധിവാസ പദ്ധതിയിലേക്ക്. 20 കോടി രൂപ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഈ പുനരധിവാസം താക്കോൽ ദാനത്തിൻ്റെ അന്ന് 178 വീടുകളിലേക്കുള്ള 178 ടെലിവിഷൻ സെറ്റുകളുമായി DYFI സംസ്ഥാന നേതൃത്വം അവിടെ എത്തിയ സെറ്റുകളൊക്കെ കൈമാറുകയാണ്. അങ്ങനെ ഈ പുനരധിവാസത്തിൽ അനുകരണീയമായ ഒരു മാതൃക DYFI എന്ന യുവജന പ്രസ്ഥാനം അവിടെ കൊണ്ടുവന്നു. അത് എല്ലാവരും, കേരളത്തിൽ എല്ലാവരും മനസ്സുകൊണ്ടും പരസ്യമായി വയ്ക്കുക, അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തതാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രശ്നം അതല്ല. നിങ്ങൾ 20 കോടി രൂപ കൊടുത്തു എന്നൊക്കെ പറയുന്നു. എവിടെ കൊടുത്തു? നിങ്ങൾ ചുമ്മാ ഉടായ്പ പറയുകയാണ്. സംസ്ഥാന സർക്കാർ നിങ്ങളും ചേർന്നുള്ള ഒത്തുകളിയാണ്. 20 കോടി കൊടുത്തെങ്കിൽ അതിൻ്റെ കണക്കെവിടെ? കണക്കെവിടെ? ഇത് പുനരധിവാസ പദ്ധതിയുടെ തുടക്കത്തിലെ യൂത്ത് കോൺഗ്രസ് സംശയമാണ്. കാരണം അവിടെ വെച്ചു കൊടുത്ത വീട് ഇത്രയും പൈസ ആവത്തില്ല, ഉമ്മരുത് വെറുതെ പറയുക. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പൈസയൊക്കെ എവിടെ? അതിൻ്റെ കണക്കെവിടെ? എന്നൊക്കെ കുറേ ദിവസം ചോദിക്കുന്നുണ്ട്. ഈ ചോദിക്കുന്നത് ആരാന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് തമാശ. അതായത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വയനാട് പുനരധിവാസത്തിന് വേണ്ടി ആഞ്ഞു പിരിച്ചു. അവർ ആപ്പൊക്കെ ഉണ്ടാക്കി പിരിവിന് വേണ്ടി. ആപ്പുണ്ടാക്കുന്നു, ചലഞ്ച് നടത്തുന്നു. 128 129 എത്രയൊക്കെ ചലഞ്ചൊക്കെ നടത്തുന്നു. ഓക്കെ, നല്ല കാര്യം, പുനരധിവാസത്തിന് വേണ്ടിയാണല്ലോ, പിരിച്ചാട്ടെ. VD സതീശനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വളരെ ബഹുമാനത്തോടു കൂടി, നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഗ്രസിൻ്റെ ആപ്പിലൂടെ വന്ന പണം ഇതുപോലെ ഞാൻ കാണിക്കുന്നത് പോലെ കാണിക്കാൻ പറ്റുമോ? കാശുമില്ല, പിരിക്കാൻ ഉപയോഗിച്ച ആപ്പും കാണാനില്ല. ആപ്പ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്നാണ് പറയുന്നത്. പൈസ എത്രയെന്ന് ചോദിക്കുമ്പോൾ എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞത് ഞങ്ങൾ ഏതാണ്ട് 80 ലക്ഷം രൂപ പിരിച്ചു എന്നാണ്. ഇപ്പോൾ പറയുന്നത് 1 കോടി രൂപ അവരുടെ കയ്യിലുണ്ടെന്നൊക്കെയാണ്. ഇതെവിടെയെന്ന് വെച്ചാൽ അത് ഞങ്ങൾ ബാങ്കിലിട്ടേക്കാണ് ആവശ്യത്തിൻ്റെ. ഇത് സർക്കാർ പുനരധിവാസം, മുസ്ലിം ലീഗിൻ്റെ പുനരധിവാസത്തിലൊക്കെ കഴിഞ്ഞു, അവരുടെ വീടുകളൊക്കെ തീർന്നു. അപ്പം ഞങ്ങൾ ബാങ്കിൽ ഇട്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ, വരും, വെയിറ്റ്. ഇതിനിടയ്ക്ക് ഈ കിട്ടിയ പൈസ നിന്ന് കുറച്ചെടുത്ത് മുൻ പ്രസിഡന്റ് ചില സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്നുള്ള പരാതിയൊക്കെ വന്നു. ലക്കിട്ടിപ്പൊക്കെ പുള്ളി ഇതിനിടയ്ക്ക് നടത്തിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് എന്തോ അതൊക്കെ അതിന് വഴിക്ക് പോയി. അത് കഴിഞ്ഞ് ഒരു പ്രസിഡന്റ് പോയി, അടുത്ത പ്രസിഡന്റ് വന്നു. അടുത്ത പ്രസിഡന്റിനോട് ചോദിച്ചായിരുന്നു, നിലവിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ചോദിച്ചായിരുന്നു, അല്ല നിങ്ങളുടെ വീടുകൾ എന്തായി? ഞങ്ങളുടെ വീടുകൾ, സർക്കാരിൻ്റെ വീടുകൾ ഉയരുമ്പോൾ ഞങ്ങളുടെ വീടും ഉയരും എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ആ ഡയലോഗ് ഇപ്പോഴും സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. എത്ര രൂപ പിരിച്ചു, ആരൊക്കെ പൈസ തന്നു, എവിടെ നിന്ന് പൈസ തന്നു, ഇതൊക്കെ ചോദിച്ചാൽ കൈമലർത്തി കാണിക്കുന്നു യൂത്ത് കോൺഗ്രസ്സുകാർ. ഞങ്ങൾക്കിതൊന്നും അറിഞ്ഞുകൂടാ, 1 കോടി രൂപ ബാങ്കിലുണ്ട് എന്നവർ പറയുന്നുണ്ട്. ഈ ടീമാണ് DYFI ചോദിക്കുന്നത്, നിങ്ങൾ 20 കോടി കൊടുത്തതിൻ്റെ കണക്കെന്തേ ഇങ്ങനെയുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത്, ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരോട് നിങ്ങൾ പിരിച്ച കണക്ക് എവിടെയെന്നോ, നിങ്ങൾ എത്ര വീട് കൊടുക്കുമെന്നോ, നിങ്ങൾ എന്ത് ചെയ്തുവെന്നോ ആരും ചോദിക്കത്തില്ല. അതാണ് അവരെ പ്രിവിലേജ് എന്ന് പറയുന്ന സാധനം. പക്ഷേ
20 കോടി രൂപ ഈ പറയുന്ന ഈ അധ്വാനവും ചലഞ്ചും സകലവും നടത്തി 20 കോടി രൂപ ഒരു വലിയ പുനരധിവാസ പദ്ധതിയിലേക്ക് കൊടുത്ത DYFIയോട് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് കണക്ക് വയ്ക്കാം. കണക്കിവിടെ കഴിഞ്ഞ ദിവസം DYFI സംസ്ഥാന പ്രസിഡന്റ് VK സനോജ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി കണക്ക് മൊത്തം പുറത്തുവിട്ടു. ഞങ്ങൾ 20 കോടി കൊടുത്തോന്നല്ലേ ഇതിൻ്റെയൊക്കെ സംശയം. കണക്ക് ഇത് കണക്ക് എന്ന് പറയും. ഉടനെ അതിനകത്ത് പിടിച്ചായി. ആ കൊടുത്തേക്കുന്ന ചെക്കിന് നമ്പർ മറ്റതാണ്, ഇത് മറ്റതാണ്, അത് ഡെമോ ചെക്ക് എങ്ങനെ ഇതാവും. ഡെമോ ചെക്ക് ഈ ചങ്ങായിമാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ ക്രിക്കറ്റ് കളി ഇറക്കാൻ നിനക്ക് മാൻ ഓഫ് ദി മാച്ച് 1 ലക്ഷം രൂപയുടെ എന്ന് പറഞ്ഞ് ചെക്ക് കൊടുക്കും. അതൊരു വലിയ ചെക്കായിരിക്കും ഡെമോ ചെക്ക്. അതുകൊണ്ട് ബാങ്കിൽ കൊടുത്താൽ മാറാൻ പറ്റുമോ? ഞങ്ങൾ 25 വീട് പ്രഖ്യാപിച്ചു. 100 വീടിനുള്ള 20 കോടി രൂപ കൈമാറി. അത് ആദ്യഘട്ടം നേരത്തെ സനോജ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ പ്രതീകാത്മകമായി ഒരു ചെക്ക് കൈമാറി. അത് നിങ്ങളൊക്കെ പല സന്ദർഭങ്ങളിലും ചെയ്യുക അങ്ങനെ തന്നെയാണ്. ഒരു മോഡൽ ചെക്ക് അങ്ങ് കൈമാറും. അതിൽ നമ്മൾ ആ ചെക്ക് എടുത്തിട്ടാണോ ബാങ്ക് കൊടുക്കുക? എന്ത് വിവരമില്ലാത്ത വർത്തമാനമാണ് ഇവരുടെ സൈബർ നേതൃത്വം പറയുന്നത്. ആ ചെക്ക് എടുത്ത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമോ? അതൊരു പ്രതീകാത്മകമായി ചെയ്യുന്ന കാര്യമാണ്. അതിന് പ്രതീകാത്മക ചടങ്ങാണ് എന്നൊക്കെ പറഞ്ഞാലും കംപ്ലീറ്റ് ഉടായ്പാണ്. എൻ്റെ ഒരു സംശയം, ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും കണക്കുണ്ടാവുമല്ലോ. സർക്കാർ സംവിധാനമാണല്ലോ, അതിനകത്തേക്ക് വന്ന ഓരോ പൈസയ്ക്കും കണക്കുണ്ടാവും. ഒരു 10 രൂപ ചിലവാക്കി ഒരു വിവരാവകാശം ചോദിച്ചാൽ കിട്ടുന്ന കണക്കാണല്ലോ. അതിന് ഈ പറഞ്ഞ പോലെ ഈ എന്താണ് സത്യം ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്ക് കള്ളം 100 തവണ ലോകം ചുറ്റും എന്ന് പറയുന്ന നിനക്ക് 1000 തവണ ഒരു കള്ളം ആവർത്തിച്ച് പറഞ്ഞാൽ അത് സത്യമായി മാറും. ആളുകൾക്ക് സംശയം തോന്നും, ഏടാ യുവന്മാർ പറഞ്ഞത് ശരിയാണല്ലോ, ഈ ചെക്കിൻ്റെ നമ്പർ അതല്ലല്ലോ, ഇത് ശരിയല്ലോ എന്നൊക്കെ ആളുകൾക്ക് സംശയം തോന്നുന്ന തരത്തിലുള്ള പ്രചരണമാണ്. സഹിക്കാൻ വയ്യാതെ കഴിഞ്ഞ ദിവസം DYFI സംസ്ഥാന നേതൃത്വം വന്നിട്ട് മാധ്യമങ്ങളെ കണ്ട് ചെക്ക് നമ്പർ അടക്കം ഓരോ കണക്കുകളായി അവർ വ്യക്തമാക്കി. 20 കോടി, ആദ്യം 5 കോടി, പിന്നെ 15 കോടി, 20 കോടി രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി പൈസ കിടപ്പുണ്ട്, അതെന്താ വേണം ഞങ്ങൾ തീരുമാനിക്കും. ഇവിടെ 17 മെയ് മാസം ഒന്ന് മാറ്റിയാൽ മെയ് മാസം 25-ാം തീയതി 001108462031 ഫണ്ട്സ് ട്രാൻസ്ഫർ ഡെബിറ്റ് പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ് വയനാട് ടൗൺ 1 കോടി രൂപ. പിന്നെ അടുത്ത ദിവസവും അതേ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ 5 ചെക്ക് ഒരുമിച്ച് മാറുകയാണ്. 32, 31, 32, 33, 34, 35 നമ്പറിലാണ് ഈ ചെക്ക് മാറിയത്. അതേ അക്കൗണ്ടിലേക്ക് ഈ ചെക്ക് കൊടുത്തതാണ്. ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഇത് ചോദിക്കുന്നത് ആരാന്ന് ആലോചിക്കുമ്പോഴാണ്. ഏതാ യൂത്ത് കോൺഗ്രസ് എത്ര രൂപ പിരിച്ചു, എങ്ങോട്ട് പോയി എന്ന് അവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഒരു ധാരണയില്ല. അവരാണ് മറ്റൊരു ചോദിക്കുന്നത്, നിങ്ങൾ കൊടുത്ത കണക്ക് വിടണം. ഒന്നും പറഞ്ഞിട്ട് കാര്യം. യൂത്ത് കോൺഗ്രസ്സുകാരുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ കുറേ കൂടെ ഗൗരവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടം നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ DYFIക്കാർ ഈ മെഡിക്കൽ കോളേജിലൊക്കെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്, നല്ല പ്രവർത്തനമാണെന്ന് പറഞ്ഞപ്പോൾ പൊതിച്ചോറ് വേണേൽ ആർക്കും കൊടുക്കാമല്ലോ, ആർക്കും കൊടുക്കാം, ഇവന്മാർ ചുമ്മാ പറയുകയാണ് എന്നും പറഞ്ഞ് മറ്റേ രമേശ് ചെന്നിത്തലയും കെ സുധാകരനെ അടക്കം ട്രോളയും കളിയാക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്ത ടീമാണ്. ചീത്ത വിളിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത ടീമാണല്ലോ നിങ്ങൾ. നല്ല നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അത് കണ്ട് ശീലിക്കുകയും അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്തില്ലെങ്കിലും അതൊന്ന് അഭിനന്ദിക്കാനുള്ളൊരു മനസ്സ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഓർമ്മയുണ്ടാവും, ഈ വയനാട് ദുരന്തം ഉണ്ടായി 3-ാമത്തെ ദിവസമാണ് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ പോയെന്ന് പറയുന്നത് ദുരന്ത ബാധിതർക്ക് പൂത്ത ബ്രെഡാണ് സർക്കാർ കൊടുക്കുന്നതെന്ന് പറയാൻ മനസ്സ് കാണിച്ച ഒരു നേതൃത്വമാണ്. അവിടെ നിന്നൊക്കെ മാറി കുറച്ചുകൂടി ക്രിയാത്മകമായി കാര്യങ്ങൾ കാണണം എന്ന് മാത്രമാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ഒരു യുവജന പ്രസ്ഥാനം അവർ ഒന്നുമില്ലെങ്കിലും വർഷങ്ങളായി മുടങ്ങാതെ അവർ കൊണ്ടുവന്ന ഹൃദയപൂർവ്വം എന്നൊരു പദ്ധതിയിൽ ആയിരക്കണക്കിന് മനുഷ്യർക്ക്, ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അവർ ഓൾറെഡി ഉച്ചഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. മുടങ്ങാതെ അവരത് ഇപ്പോൾ ചെയ്യുന്നുമുണ്ട്. DYFIയുടെ നടത്തി ഈ പുനരധിവാസത്തിൽ അവർ നടത്തിയ ഇടപെടൽ അതൊരു അനുകരണീയമായ മാതൃകയാണ്. നാളെ മറ്റൊരു സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദുരന്തമുണ്ടായാലും DYFI അത് ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് ചെയ്യണം. അങ്ങനെയാണല്ലോ ഒരു നല്ല യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു രീതി. ഏതായാലും യൂത്ത് കോൺഗ്രസ്സുകാർ ഈ കാണിക്കുന്നത്, അതായത് ഞങ്ങൾ പിരിച്ചതിൻ്റെ കണക്കുമില്ല, ഞങ്ങൾ ആപ്പും കാണാനില്ല, ഒന്നും കാണാനില്ല, പക്ഷേ നിങ്ങൾ ചെയ്തതിൻ്റെ കണക്ക്, നിങ്ങൾ പിരിച്ചു കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ കണക്ക് ഞങ്ങൾക്ക് കാണണം എന്ന് ആവശ്യപ്പെടാനുള്ള മനസ്സ് സമ്മതിച്ചു കൊടുത്തേ പറ്റും. കഴിഞ്ഞ ദിവസവും വാർത്തകളുണ്ട്, കല്ലിട്ടു, ഞങ്ങൾ കല്ലിട്ടെന്ന്, അത് വീട് പുനരധിവാസം, ഞങ്ങളുടെ പുനരധിവാസത്തിൻ്റെ കല്ലവിടെ ഇട്ടു. 2 ദിവസം കഴിഞ്ഞ് വന്നപ്പം ഇട്ട കല്ല് ഒരു ഭിത്തിയിൽ ചാരി വെച്ചിട്ടുണ്ട്. അന്ന് ആളുകൾ കുടിച്ച വെള്ളക്കുപ്പികളെല്ലാം അവിടെ ഉപേക്ഷിക്കുകയാണ്. എത്രയും വേഗം ആ പണി തുടങ്ങി കാത്തിരിക്കുന്ന ബാക്കി മനുഷ്യരെ കൂടെ പുനരധിവസിപ്പിക്കാനുള്ള മനസ്സ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ദുരന്തമാണ്, പാവപ്പെട്ട കുറേ മനുഷ്യരാണ്, അവരെ പേരിലാണ് ഈ കാണിക്കുന്ന ചോദ്യങ്ങളും ഈ കാണിക്കുന്ന അഭ്യാസങ്ങളും എന്നൊക്കെ ആലോചിച്ച് മുന്നോട്ട് പോകണം. വേറൊന്നും പറയാനില്ല, നല്ലത് മാത്രം വരട്ടെ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.